നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിലെ 2 മുഖ്യമന്ത്രിമാരാണ് മനമെടുത്തിട്ട് ഞാനിതാ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യം രാജി പ്രഖ്യാപിച്ചത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ആയിരുന്നു. അതായത് അവിടെ ഒരു വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. അതിക്രൂരമായി, അതിദാരുണമായിട്ടാണ് അവിടെ ഒരു വനിതാ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടത്, ബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ടത്. ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ക്രമസമാധാന നില സംസ്ഥാനത്ത് പാടെ തകർന്നിരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർമാർ സമരത്തിലാണ്. അവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും സമരമുഖത്താണ്, സംഘടനകൾ സമരമുഖത്താണ്, ഈ ദുർഗാപൂജ കമ്മിറ്റികളുണ്ട്, അവർ പോലും സമരമുഖത്താണ് എന്ന് മാത്രമല്ല, പശ്ചിമ ബംഗാളിലെ ഗവർണർ പോലും ഇപ്പോൾ സർക്കാരിനെതിരെ സമരം ചെയ്യുകയാണ്. ഗവർണർ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദീപം തെളിയിക്കുന്നതും മെഴുകുതിരി കത്തിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയെ ഇനി ബഹിഷ്കരിക്കും. അതായത് സാമൂഹികമായി മുഖ്യമന്ത്രിയെ രാജ്ഭവൻ ഇതാ ബഹിഷ്കരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടുത്തെ രാജ്ഭവൻ. ഡോക്ടർമാരെ ആകട്ടെ അവിടെ ജോലിക്ക് കയറുന്നുമില്ല. ജൂനിയർ ഡോക്ടർമാർ ജോലിക്ക് കയറാതെ ആഴ്ചകളായി സമരത്തിലുമാണ്. ഈ ഡോക്ടർമാരുടെ പ്രശ്നം പരിഹരിക്കാനായി, സമരം തീർക്കാനായി മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതാ ബാനർജി പല പണികളും നോക്കുന്നുണ്ട്. ആദ്യം ഡോക്ടർമാരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളൊക്കെ നിരീക്ഷിച്ചു, അവർക്കെതിരെ കേസെടുത്തു, ഡോക്ടർമാർക്കെതിരെ ചില നടപടികളെടുത്തു, അച്ചടക്ക നടപടികളെടുത്തു. അതൊന്നും ഫലവത്താകാത്തത് കൊണ്ട് ഏറ്റവും ഒടുവിൽ ഇതാ മുഖ്യമന്ത്രി രാജി പോലും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് തനിക്ക് പദവിയൊന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ രാജിവെക്കാൻ പോലും തയ്യാറാണ്, നിങ്ങളൊന്ന് ആശുപത്രിയിൽ ജോലിക്ക് കയറൂ എന്ന ഒരു അഭ്യർത്ഥനയുമായിട്ടാണ്. ഏതാണ്ട് മണിക്കൂറുകളോളം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വിളിച്ച ഡോക്ടർമാരെയും കാത്തിരുന്നു. പക്ഷേ ഡോക്ടർമാർ ചെന്നില്ല. ഏറ്റവും ഒടുവിൽ സമരപ്പന്തലിലേക്ക് ഇറങ്ങി വന്ന് ഡോക്ടർമാരോട് മുഖ്യമന്ത്രി സംസാരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി. ഇതിനെ തുടർന്ന് മടുത്തിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി താൻ രാജിവെക്കാൻ തയ്യാറാണ്, വേണമെങ്കിൽ എന്ന ഒരു പ്രസ്താവന നടത്തിയത്. അതിനുശേഷം താൻ രാജിവെക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല. രാജിവെക്കുന്ന ലക്ഷണമൊന്നും അവർ പ്രകടിപ്പിച്ചിട്ടുമില്ല. എന്തായാലും അതൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് വീണ്ടും മറ്റൊരു മുഖ്യമന്ത്രി രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ദില്ലിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. ഇന്ത്യയിൽ നിന്നും അഴിമതി തുടച്ചു നീക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്ന അവകാശവാദവുമായി ഒരു ചൂല് ചിഹ്നമാക്കി ഇറങ്ങിത്തിരിച്ച പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ദില്ലിയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നുണ്ട്. അത് ശരിയാണ്. UPA കാലത്ത് കോടിക്കണക്കിന്, ലക്ഷം കോടികളുടെ അഴിമതി നടന്നിരുന്നു. ഈ അഴിമതിയെ മറയാക്കിക്കൊണ്ട് ഞങ്ങളിത് അഴിമതി വിരുദ്ധ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പോകുന്നു എന്ന നിലയിൽ വേറിട്ട ചില രീതികളുമായി, പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രമൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിൻ്റെ ആം ആദ്മി പാർട്ടിയും. ദില്ലിയിൽ അവർ വലിയ ഭൂരിപക്ഷം നേടി തുടർഭരണം നേടിയിരിക്കുന്നു. പഞ്ചാബിൽ ഇപ്പോൾ അവർ ഭരണവും നേടിയിരിക്കുന്നു. പക്ഷേ അതിനുശേഷം മദ്യത്തിനെതിരെ, അഴിമതിക്കെതിരെ പോരാടിയ ഒരു പാർട്ടി മദ്യനയ അഴിമതി കേസിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. ആ പാർട്ടിയുടെ ഒന്നാമനും രണ്ടാമനുമെല്ലാം ദീർഘകാലം ജയിലിലായിരുന്നു. ഇപ്പോൾ രണ്ടാമൻ ആദ്യം ഇറങ്ങി, ഒന്നാമൻ ഇതാ കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. സത്യം ജയിച്ചു, നീതി കിട്ടി എന്നൊക്കെ ആം ആദ്മി പാർട്ടി പറയുന്നുണ്ട്. എങ്കിലും കിട്ടിയത് വെറും ജാമ്യം മാത്രമാണെന്നും വിചാരണ നേരിട്ടാൽ പ്രശ്നമാകുമെന്നും ഇരുവർക്കും അറിയാം എന്നുള്ളതും വേറെ കാര്യം. അങ്ങനെ വലിയ രീതിയിൽ പണിപ്പെട്ട് ഈ പറയുന്ന അഭിഷേക് സിംഗ്വിയൊക്കെ ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ വാദിച്ചൊക്കെയാണ് ഇപ്പോൾ വലിയ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഉപാധികളോടുകൂടിയുള്ള ഒരു ജാമ്യം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിട്ട് പോലും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ദില്ലി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ആ സമയത്താണ്, ഏതാണ്ട് നവംബർ മാസത്തോടുകൂടി ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയിലും ദില്ലിയിലും ഒരുമിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. BJP ആകട്ടെ ഈ പറയുന്ന അഴിമതി പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ ഭരണം, ആം ആദ്മി പാർട്ടി ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് AAP ഭരണം ദില്ലിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് ദില്ലി ഭരണം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ കരുനീക്കങ്ങളും BJP നടത്തി കഴിഞ്ഞു. BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന സ്മൃതി ഇറാനി എന്ന കരുത്തുറ്റ ധീര വനിതയായ നേതാവ്, ഒരു കാലത്ത് രാഹുൽ ഗാന്ധിയെ പോലും സ്വന്തം കുടുംബ മണ്ഡലത്തിൽ നിന്നും ഓടിച്ചു വിട്ട നേതാവ്,
അരവിന്ദ് കെജ്രിവാളിനെ നേരിടാൻ ഇപ്പോൾ BJP ഇറക്കുന്നു, ദില്ലിയിൽ ഇറക്കുന്നു എന്നാണ് വാർത്തകൾ. ദില്ലിയിൽ സ്മൃതി ഇറാനിയെ മുൻനിർത്തി, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ പോലും സ്മൃതി ഇറാനിയെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിൻ്റെ നില പരിങ്ങലിലാകും. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ മുഴുവൻ സീറ്റുകളും വിജയിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. പക്ഷേ അത് കണക്കിലെടുക്കേണ്ട. ദില്ലിയിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് അത് നമുക്ക് കണക്കിലെടുക്കേണ്ടി വരില്ല. പക്ഷേ ഇവിടെ അഴിമതി വിരുദ്ധ പാർട്ടി എന്ന നിലയിൽ മുന്നോട്ട് വന്ന പാർട്ടി ഇപ്പോൾ അഴിമതി കൊണ്ട് തന്നെ തകർന്നിരിക്കുന്നു. ആ രീതിയിൽ ആണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഞാനിതാ രാജിവെക്കുന്നു, അതൊരു രീതിയിലുള്ള സഹതാപ തരംഗം സൃഷ്ടിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ നീക്കം എന്നതിൽ സംശയമൊന്നുമില്ല. അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു എന്ന പേരൊഴിവാക്കിക്കൊണ്ട് ഞാനിതാ സർവ്വതും ത്യജിച്ചു, എന്നെ ഇതാ പുറത്താക്കി, നിങ്ങൾ വീണ്ടും എനിക്കൊരു അംഗീകാരം തരൂ, എന്നാൽ മാത്രമേ ഞാനിനി പോയി കസേരയിൽ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാനുള്ള ഒരു PR വർക്കാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ PR വർക്ക് ഇത്തവണ ഫലം കാണുമോ എന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസം കഴിഞ്ഞ് രാജിവെക്കും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത്. എന്തിനാണ് ഒരു മുഖ്യമന്ത്രിക്ക് 2 ദിവസത്തെ സമയം രാജിവെക്കാൻ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉയരുന്നത്. അതിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി അതിഷി മർലേന തന്നെ പറയുന്നത്, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, നാളെ മറ്റെന്തോ പൊതു അവധിയാണ്, അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച മാത്രമേ പ്രവൃത്തി ദിനമുള്ളൂ, അതുകൊണ്ടാണ് 2 ദിവസം അരവിന്ദ് കെജ്രിവാൾ നീട്ടി പറഞ്ഞത് എന്നാണ് അതിഷി മർലേന വിശദീകരിക്കുന്നത്. പക്ഷേ ആ വിശദീകരണം ശുദ്ധ മണ്ടത്തരമാണ് എന്നുറപ്പിക്കാം. കാരണം ഒരു മുഖ്യമന്ത്രിക്ക് ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കണമെങ്കിൽ അതിന് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒന്നും പ്രശ്നമല്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ അവിടെ ഗവർണർ ഇല്ല എങ്കിൽ പോലും ഗവർണർക്ക് രാജിക്കത്ത് അയച്ചു കൊടുത്ത് രാജിവെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ 2 ദിവസത്തെ സമയം കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നറിയുന്നു. അവിടെ കെജ്രിവാളിന് പകരം രണ്ടാമനായ മനീഷ് സിസോദിയ മുഖ്യമന്ത്രിയാകുമോ അതോ മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള നിർണായകമായ സമയമാണ്. മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ ചില ഗൂഢാലോചനകളൊക്കെ നടത്തുന്നുണ്ട് എന്നും ഈ 2 ദിവസം അതിനു വേണ്ടിയിട്ടുള്ള സമയമാണ് എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും 2 മുഖ്യമന്ത്രിമാർ ഭാരതത്തിൽ ഇപ്പോൾ മനമെടുത്ത് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരുപക്ഷെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആ രാജി സന്നദ്ധതയോടുകൂടി അതവിടെ അവസാനിക്കുമായിരിക്കാം ആ അധ്യായം. പക്ഷേ ദില്ലി മുഖ്യമന്ത്രി രാജിവയ്ക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ 2 ദിവസത്തെ സമയം അത് ദുരൂഹമാണ്. അടുത്ത 2 ദിവസങ്ങളിൽ ദില്ലിയിൽ എന്ത് നടക്കും എന്ന് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.